എല്ലാവരോടും താങ്ക്സ്. മോനെ ഡോക്ടർ നടക്കണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ കേറും ഇനി നിന്ന് ബൈ ബൈ. സങ്കടം വേണ്ട. ചെല്ലു ചെല്ലു. ഉല്ലാസേട്ടാ ചിരിച്ചിട്ട് പോ. ഉല്ലാസേട്ടാ ചിരിച്ചിട്ട് പോവാ. 2 ദിവസം കൊണ്ട് ഉല്ലാസ് പന്തളത്തിന്റെ വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ കുറച്ച് പേരുടെ തംബ്ലൈനൊക്കെ ഉല്ലാസ് പന്തളത്തിന് അത് വേണം, ആദ്യ ഭാര്യയുടെ കണ്ണീരാണ്, അല്ലെങ്കിൽ ആദ്യ ഭാര്യയുടെ ശാപമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും ഉല്ലാസ് പന്തളത്തിന്റെ ലൈഫിൽ നടന്നത്, എന്താണ് ഇപ്പോൾ ശരിക്കും വയ്യാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തി ഒരു ഗായകനും നടനും ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെയാണ്. നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെയാണ് മലയാളി പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇദ്ദേഹത്തെ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് നടന്നത്, ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വയ്യ, എന്താണ് പറ്റിയതെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് ആശ എന്നാണ്. പക്ഷെ അധിക നാളൊന്നും ഇവരുടെ കുടുംബജീവിതം നിലനിന്നിരുന്നില്ല. ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇദ്ദേഹം വീട്ടിനുള്ള താഴെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈഫായ ആശ എന്ന് പറയുന്ന വ്യക്തി ടെറസിന്റെ മണ്ടയിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്, തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു കാലഘട്ടമെല്ലാം വളരെ കഷ്ടത്തോടെ അതിജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഉല്ലാസ് പന്തളം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ഒരു കുടുംബ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നും ആർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഏകദേശം 1 വർഷമൊക്കെ ആകുമ്പോൾ ഈ കുടുംബക്കാരും ബന്ധുക്കളും നമ്മുടെ സമൂഹത്തിലും പറയാറില്ല, നീ വേറെ കല്യാണം കഴിക്കേ, 2 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരും എല്ലാവരും പറയുന്നത് അനുസരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു, രണ്ടാമത് വീണ്ടും ഒരു മാരേജ് ചെയ്തു. ഈ മാരേജ് ചെയ്ത വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ദിവ്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കൂടാതെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ദിവ്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ റീസെന്റ് 2 ഡേയ്സ് മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു ജ്വല്ലറിയുടെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് ഈ ഉല്ലാസ് പന്തളം അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ വെച്ച് എടുത്ത ഒരു വീഡിയോസ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കിടന്ന് വൈറലാകുന്നത്. ലക്ഷ്മി നക്ഷത്രം അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും കൂടാതെ അദ്ദേഹം പോകുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞ് കരയുന്നതും നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം. ഇതൊക്കെ കണ്ടിട്ട് മനസ്സലിയാത്ത നമ്മുടെ മലയാളികൾ വളരെ ചുരുക്കമാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിനെ കുറ്റം പറയാനായിട്ട് ഒത്തിരി പേരുണ്ട്. ഈ എല്ലാവരും പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ആശ മരിച്ചത് കൊണ്ട് ആശയുടെ ശാപം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രോക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു സൈഡ് ഫുള്ളും തളർന്ന് സ്റ്റക്കായി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ തല ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, കൈ അനക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതിനെ എല്ലാവരും പറയുന്നത് ആദ്യ ഭാര്യയുടെ ശാപമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അനുഭവിക്കുന്നത്, ഇതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഈ അലക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അല്പമെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്നാണ്. മറ്റൊന്നല്ല, ഞാനും വിശ്വസിക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ലൈഫിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആർക്കും തന്നെ അറിയില്ല. അത് അവർക്ക് 2 പേർക്കും മാത്രം അറിയാന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്നു ഈ ശവത്തിൽ കുത്തുന്ന പരിപാടിയാണ് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും കാണിച്ചിട്ടിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് ഈ ഒരു സ്ട്രോക്ക് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സ്ട്രോക്ക് വന്നപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ബാക്കി ഈ സ്ട്രോക്ക് വരുന്നവർ മാത്രമല്ല ബാക്കി രോഗങ്ങൾ, നമ്മുടെ ക്യാൻസർ അങ്ങനത്തെ മാരാരോഗങ്ങൾ വരുന്നവർ എല്ലാവർക്കും ഇതുകൊണ്ടിട്ടാണോ അങ്ങനെ വരുന്നത്? മനുഷ്യരല്ലേ ഇവര്? പണ്ടത്തെ ആ ഒരു കാലഘട്ടമൊന്നും അല്ല ഇപ്പോൾ. പണ്ടൊക്കെ ഈ പറയുന്ന വ്യായാമം കൂടാതെ നമ്മുടെ ഫുഡ്, ആഹാരങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും അധികം വരാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ പറയുന്ന അറ്റാക്ക് കാര്യങ്ങൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത്? ആക്ച്വലി നമ്മൾ ഈ പറയുന്നത് അല്ലെ ഈ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് വന്നതെല്ലാം വളരെ മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ അവരെ പറയാൻ പാടില്ല. അപ്പോൾ അവരുടെ ആ ഒരു ശരിക്കും അവർക്ക് പുറത്തുള്ള ആ ഒരു അസുഖമാണ്. പക്ഷേ ഈ പറയുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് അസുഖമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. ഓൾറെഡി വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഇദ്ദേഹത്തെ എടുത്തിട്ട് വീണ്ടും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുമ്പോൾ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും?
നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? അല്ലെങ്കിൽ നിങ്ങളാണ് എങ്കിൽ എന്തായിരിക്കും? ഒട്ടും കണ്ണിന് എന്താണ് ചോരയില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ആളുകളാണ് കുറേ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോക്ക് റിയാക്ഷൻ ചെയ്തത് മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം നമ്മളത് പെർഫെക്റ്റ് അല്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യനും ഓരോ കുറവുണ്ട്. എല്ലാ സ്ത്രീകളായാലും ആണുങ്ങളായാലും അവരവർക്ക് അവരുടേതായ കുറവുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്നതും ഈ കുറ്റം പറയുന്നത് ആരും പെർഫെക്റ്റ് അല്ല. അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്താണെന്ന് ഈ പറയുന്നത് അവർക്ക് തന്നെ അറിയുള്ളൂ, പുറത്താർക്കും അറിയില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മളത് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ്? ഞാൻ തിങ്ക് ചെയ്യുന്നത് പോലെയാണോ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്? അതല്ല ഈ പറഞ്ഞ ഇദ്ദേഹത്തെ കുറ്റം പറയുന്നത് പോലെയാണോ? അതാണോ നിങ്ങൾ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.